ഹലോ. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് തുടങ്ങാം അല്ലേ? അപ്പോൾ രാവിലെ തന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ എൻ്റെ ഉമ്മിച്ചുമ്മയുടെ വീട്ടിലുള്ളപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ രാവിലെ ഞാൻ അടുക്കളയിലൂടെ ചെന്നപ്പോഴത്തേക്ക് ഉമ്മ ഇന്ന് അപ്പമാണേ, അപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ ഉമ്മ മാവൊക്കെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഉള്ളിയൊക്കെ വഴറ്റി മുട്ടക്കറിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ അപ്പം ചുടുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ദോശക്കല്ലാണ് ഇവിടെ അപ്പം ചുടുന്നത് ഉമ്മിച്ചുമ്മ കേട്ടോ. അപ്പോൾ ഉമ്മ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മ വീഡിയോ എടുക്കാനല്ലേ ഒരപ്പം നമ്മുടെ അപ്പച്ചട്ടിയിൽ ചുട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മ അപ്പച്ചട്ടിയിൽ ഒരു അപ്പം ചുട്ട് തന്നു. അപ്പോഴത്തേക്ക് ചായയൊക്കെ ആയി. അപ്പോഴത്തേക്ക് നമ്മുടെ ദൊപ്പമാണ് ഇന്നത്തെ സ്പെഷ്യൽ. ദൊപ്പവും മുട്ടക്കറിയും. ദൊപ്പം എന്ന് വെച്ചാൽ അറിയാമല്ലോ, ദോശയുടെ ദോയും അപ്പത്തിൻ്റെ അപ്പം ഞാൻ ഏതൊരു വീഡിയോയിൽ കേട്ടതാണ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉച്ചക്കലത്തേക്കുള്ള പരിപാടി ഉണ്ടല്ലോ, ചോറ് കറി അതൊക്കെ. അപ്പം നമ്മൾ ചോറ് വയ്ക്കാനായിട്ട് അടുപ്പ് കത്തിച്ചു, വെള്ളമൊക്കെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിയൊക്കെ ഉമ്മ തന്നെ കഴുകി അടുപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പാവയ്ക്ക വിഴുക്ക് വയ്ക്കാനായിട്ട് പാവയ്ക്കൊക്കെ അരിഞ്ഞു കൊടുത്തു. പിന്നെ കുറച്ച് പാവയ്ക്ക കളറിന് ചേഞ്ചസ് ഒക്കെ ആയിട്ട് പാവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറ്റിലുണ്ടാക്കുമല്ലോ, നമ്മൾ പാവയ്ക്ക വറുക്കുമല്ലോ. അപ്പോൾ അതിന് ഉമ്മിച്ചും ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പാവയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കും. എന്നിട്ട് ഊറ്റി വെച്ചിട്ട് പിന്നെ വെയിലത്തിടും. പിന്നെ അപ്പോഴത്തേക്ക് അവിയലിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചീമക്കിഴങ്ങ് കൂർക്ക എന്നൊക്കെ പറയില്ലേ, അതും പച്ചക്കായൊക്കെ ഒന്ന് അരിഞ്ഞ് അവിയലിനായിട്ട് റെഡിയായി കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ തിരുമ്മി കൊടുത്തു. അപ്പോഴത്തേക്കും ഉമ്മ അവിയലൊക്കെ അടുപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ മീനെന്ന് പറയുന്നത് കൊഴിയാള, കണ്ണൻ കൊഴിയാളെന്നൊക്കെ പറയില്ല, ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കുമല്ലോ. അതിൻ്റെയൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ നല്ലൊരു മാംഗോയുടെ ഷേക്കൊക്കെ കുടിച്ചു, മിച്ചർ മിഠായി കഴിച്ചു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറ് റെഡിയായി. പിന്നെ എന്താ, നമ്മുടെ അവിയൽ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ മീൻ കറിയും റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു, പിന്നെ മോര് കാച്ചിയതും പിന്നെ നമ്മുടെ മീൻ പൊരിച്ചതുമാണ് ഇന്നത്തെ ഉച്ചക്കലത്തുള്ള ലഞ്ചിൻ്റെ സ്പെഷ്യൽ. പിന്നെ ഞാൻ പാവയ്ക്കൊക്കെ ഒന്ന് ഉണങ്ങാനായിട്ട് വെയിലത്തോട്ടിട്ടു. പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് ലഞ്ച് കഴിക്കണമല്ലോ. അങ്ങനെ കുളിച്ച് ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പം ഞാൻ വീട്ടിലോട്ട് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. സന്ധ്യ ആയിട്ടുണ്ട്. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.